കോട്ടയം മാഞ്ഞൂർ സ്വദേശിനി ലക്ഷ്മി രഞ്ജിത്ത് കോവിഡ് കാലത്താണ് ഓൺലൈനായി കഥകളി പഠിക്കാൻ ആരംഭിച്ചത്. ഗുരുമുഖത്ത് നിന്ന് തന്നെ അഭ്യസിക്കേണ്ട കല 2 വർഷം കൊണ്ട് പഠിച്ച് ഇപ്പോൾ അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് പ്രവാസി കൂടിയായ ലക്ഷ്മി. തുടക്കത്തിൽ ആസ്വാദന ക്ലാസുകളാണ് നടത്തിയിരുന്നത്. പിന്നീട് താത്പര്യമേറിയതോടെ ഓൺലൈനായി കഥകളി പരിശീലിക്കുകയായിരുന്നു. പൂർണ്ണമായി ഓൺലൈനായുള്ള കഥകളി പരിശീലനത്തിൽ ധാരാളം പരിമിതികൾ ഉണ്ടായിരുന്നുവെന്ന് ഗുരുവായ മയ്യനാട് രാജീവൻ പറഞ്ഞു. കാലം മാറുമ്പോൾ കുറേയൊക്കെ നമ്മളും മാറാൻ നിർബന്ധിതരാകുകയാണ് പലപ്പോഴും. അതിൻ്റെ ഫലമായാണ് ഈ ഓൺലൈനിലൂടെ കഥകളി പഠിക്കുക എന്നുള്ളൊരു ആശയം അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു ആശയം തോന്നിയത്. കഥകളി ആസ്വാദന ക്ലാസ്, കഥകളി ആസ്വദിക്കാൻ പഠിപ്പിക്കുന്നൊരു ക്ലാസ്സിലൂടെയാണ് ലക്ഷ്മി രഞ്ജിത്ത്, ഇപ്പോൾ US-ലാണ് താമസം, മാഞ്ഞൂർ സ്വദേശിനിയാണ്. ഈ ആസ്വാദന ക്ലാസ്സിൽ വന്ന ശേഷമാണ് കഥകളി പഠിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതനുസരിച്ച് കഥകളി പഠനം തുടങ്ങി. തികച്ചും പൂർണ്ണമായും ഓൺലൈൻ വഴി തന്നെയാണ്. നേരിട്ടുള്ള ക്ലാസ് ഇന്നലെ ഒരു ദിവസം മാത്രമാണ് ഉണ്ടായത്. 2 വർഷമായി പഠിക്കുന്നു. ഇന്ന് അതിൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണമാണ് അല്ലെങ്കിൽ ആഗ്രഹ സഫലീകരണമാണ് ഇന്ന് നടക്കുന്നത്. കഥകളി നടനായിരുന്ന മാഞ്ഞൂർ ഓമനക്കുട്ടന്റെ മകളാണ് ലക്ഷ്മി രഞ്ജിത്ത്. ചെറുപ്പം മുതൽ കഥകളി പഠിക്കണമെന്ന താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും സാധിച്ചില്ല. ഓൺലൈൻ വഴി വന്നതോടെ മുടങ്ങിപ്പോയ ആഗ്രഹങ്ങൾക്ക് പ്രതീക്ഷ വന്നതായി ലക്ഷ്മിക്ക് തോന്നി. സന്തോഷം, അതാണ് ഏറ്റവും പ്രധാനം. കാരണം കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു എന്നുള്ളതൊരു അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, പേരൻസിൻ്റെ അനുഗ്രഹം ഒക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര സന്തോഷം. തീരെ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അന്ന് സാധിച്ചില്ല. അത് കഴിഞ്ഞ് നാട് വിട്ടു പോയി. അപ്പോൾ ഇനി ഒരിക്കലും സാധിക്കില്ല എന്നുള്ള വിചാരിച്ചിരിക്കുമ്പോൾ 2019 കോവിഡ് ടൈമിൽ ആശാന് ഒരു കഥകളി ആസ്വാദന പഠനം എന്ന് പറഞ്ഞൊരു ക്ലാസ് തുടങ്ങി. അപ്പോൾ അതിൽ ചേർന്നപ്പം കുറച്ചും കൂടി അറിയാൻ പറ്റി കഥകളിയെ. അപ്പോൾ ആശാൻ വേറെ 1-2 കുട്ടികൾക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കഥകളി ക്ലാസ്. അപ്പോൾ അവരുടെ അത് കേട്ടപ്പം ചോദിച്ചാലോ എന്നൊരാഗ്രഹം. പക്ഷേ എനിക്കറിയാം അവർ നാട്ടിൽ വരുമ്പോൾ ആശാൻ്റെ അടുത്ത് പോയി പഠിക്കുന്നുണ്ടെന്നറിയാം. 100% ഓൺലൈനല്ല, എനിക്കത് പറ്റില്ല. കാരണം ഞാൻ അത്രയും ദൂരെയാണ്, ഇവിടെ വരുമ്പോൾ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള അറിയാം. എന്നാലും ചോദിക്കാമെന്ന് വിചാരിച്ചു, ചോദിച്ചു. അപ്പോൾ ആശാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പിന്നെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ടെക്നോളജിയുടെ കാര്യങ്ങളുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സന്താന ഗോപാലം കഥകളിയിൽ കൃഷ്ണനായാണ് കോട്ടയം തൃക്കൈകാട്ട് സ്വാമിയാർ മഠത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. അരങ്ങേറ്റത്തിലൂടെ തന്റെ വലിയൊരാഗ്രഹം സാക്ഷാത്കരിക്കാനായ സന്തോഷത്തിലാണ് ലക്ഷ്മി. സീ മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.